നമസ്കാരം. അങ്ങനെ കേരളത്തിൽ BJP ഒരു സീറ്റ് പിടിച്ചു. ആത്യന്തികമായി നോക്കുമ്പോൾ ഇത് BJPയുടെ വിജയമാണോ അതോ സുരേഷ് ഗോപി ഒറ്റയ്ക്ക് നേടിയ വിജയമാണോ? കാരണം സുരേഷ് ഗോപി ഇവിടെ സംസ്ഥാന നേതൃത്വവുമായിട്ട് അത്ര അടുപ്പമൊന്നുമില്ല. നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ടിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന ആളാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപിക്ക് കേന്ദ്രവുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമാണ്. നമ്മൾക്കറിയാം, 2-3 തവണയാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ഒക്കെ തൃശ്ശൂരിൽ എത്തിയത്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി എത്തി. അതുതന്നെ ഒരു രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് അവിടെ എത്തിയത്. ഇതൊക്കെ തന്നെ കേരളത്തിൽ BJPയുടെ ഒരു രാഷ്ട്രീയ തലസ്ഥാനമായിട്ട് തൃശ്ശൂരിനെ മാറ്റുകയും ചെയ്തു. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ അദ്ദേഹം തന്നെ സ്വയം പ്രഖ്യാപനം നടത്തി. താനാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സംസ്ഥാന ഘടകവുമായിട്ട് യാതൊരു തരത്തിലുള്ള അടുപ്പവും വെച്ച് പുലർത്തുന്നില്ല. അങ്ങനെ ഒരു കേഡർ പാർട്ടിയായ BJPയിലെ ഒരാൾ സ്വതന്ത്രമായി അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഞാൻ ആണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അത് ഇവിടുത്തെ സംസ്ഥാന അധ്യക്ഷനും BJP സംസ്ഥാന ഭാരവാഹികൾക്കും ഉണ്ടാകുന്ന ക്ഷീണം ചെറുതല്ല. അതിനെയൊക്കെ തന്നെ മറികടന്നുകൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ഈ നീക്കം. പല രാഷ്ട്രീയ രംഗത്തുള്ള പലരുടെയും ഇക്കാര്യത്തിലുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ ഒരു മതേതര മുഖമുണ്ട്, അതാണ് വിജയത്തിലേക്ക് അടുപ്പിച്ചത്. കൂടാതെ ഒരു സിനിമാക്കാരൻ്റെ പരിവേഷവുമുണ്ട്. ഈ സിനിമാക്കാരൻ്റെ പരിവേഷമുള്ളത് കൊണ്ട് തന്നെ സ്ത്രീജനങ്ങളുടെ വോട്ടുകൾ കൂടുതൽ സമാഹരിക്കാനായിട്ട് സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത് BJPയുടെ ഒരു ക്രെഡിറ്റാണ്, BJP സംസ്ഥാന ഘടകത്തിൻ്റെ ഒരു ക്രെഡിറ്റായിട്ട് എടുക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ തന്നെ ഇപ്പം തിരുവനന്തപുരത്താണ് ഏറ്റവും മറ്റൊരു വിജയം ഉണ്ടാകേണ്ട ഇടം. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലാണ് നടന്നത്. തൃശ്ശൂരിൽ നടന്നത് അവിടെ ഒരു മതേതര മുഖമാണ് നമ്മൾ സുരേഷ് ഗോപിയിൽ കണ്ടെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിൽ തിരുവനന്തപുരത്ത് നടന്നത് ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയായിരുന്നു. ഇവിടെ തീരദേശത്തെ വോട്ട്, പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്നുള്ള വോട്ടുകളാണ് രാജീവ് ചന്ദ്രശേഖറിന് നഷ്ടമായതും തരൂരിനെ വിജയത്തിലേക്ക് എത്തിച്ചതും. അപ്പോൾ എന്തായാലും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ BJP സംസ്ഥാന ഘടകത്തിന് അഭിമാനിക്കാൻ വകയില്ല എന്ന് തന്നെ പറയാം. അത് സുരേഷ് ഗോപിയുടേതായ അധ്വാനം, മറ്റൊന്ന് ഒരു സിനിമാക്കാരൻ്റെതായ പരിവേഷവുമാണ് വിജയത്തിലേക്ക് എത്തിച്ചത്.